എല്ലാവർക്കും നമസ്കാരം. ദീപ പി വാസുദേവ് എഴുതിയ നേർക്കാഴ്ച എന്ന ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പുകളുടെ ഒരു പ്രകാശന കർമ്മമാണ് നടക്കുന്നത്. അതിൽ ദീപയെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കണ്ടത്. ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ള എഴുത്തുകളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ജീവിതം എന്നത് ഒരു കടൽ യാത്ര പോലെയാണ്. ആകസ്മികമായ ചുഴികളും അലകളും ഓളങ്ങളും ഒക്കെ നമ്മെ നിരന്തരം അലസ്വരപ്പെടുത്തിക്കൊണ്ടിരിക്കാം. പക്ഷെ ഒടുവിൽ കിട്ടുന്ന വിജയം എന്ന് പറയുന്നത് വളരെ മനോഹരവുമായിരിക്കും. അത്തരത്തിൽ തൻ്റെ ജീവിതയാത്രയെക്കുറിച്ച്, ജീവിതത്തിന്റെ യാത്രയിൽ കണ്ടുമുട്ടിയ മുഖങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായി എഴുതിയ, വിവിധ സമയങ്ങളിൽ എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പുകളുടെ ഒരു സമാഹാരമാണ് ഈ നേർക്കാഴ്ച എന്ന പുസ്തകം. യുദ്ധം ചെയ്യിച്ച പോരാളിക്ക് താൻ ചെയ്യിച്ച യുദ്ധത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാനുണ്ടാകും. കാരണം അത് അവന്റെ ജീവിതത്തിന്റെ വിജയമാണ്, അവന്റെ രക്തമാണ് ആ യുദ്ധം എന്ന് പറയുന്നത്. അതുപോലെ എന്തുകൊണ്ടാണ് ഒരു പെണ്ണെഴുത്ത് അല്ലെങ്കിൽ പെണ്ണെഴുതുന്നതൊക്കെ നേരെഴുത്താകുന്നത് എന്ന് ദീപ തന്റെ കൃതികളിലൂടെ കൃത്യമായി വിവരിച്ചു എന്നുള്ളതാണ് സത്യം. അടി കിട്ടിയത് കണ്ടു നിന്നവൻ എഴുതുന്നത് പോലെയല്ല അടി കൊണ്ടവൻ എഴുതുന്നത്. അതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അടി കൊണ്ടവന്, അത് അനുഭവിച്ചവന് എഴുതുന്നതിന്റെ തീഷ്ണതയ്ക്ക് കൂടുതൽ മാറ്റമുണ്ടാകും എന്നുള്ളതാണ് സത്യം. അത്തരം എഴുത്തുകളുടെ ഒരു വലിയൊരു ഭണ്ഡാകാരം തന്നെ ഞാൻ ഇതിൽ കണ്ടു. സുഹൃത്തുക്കൾ എന്ന് കരുതിയിരുന്നവർ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കൾ അല്ല എന്നുള്ള തിരിച്ചറിവ്, താൻ തന്റെ ജീവിതാന്ത്യം വരെ തന്നോടൊപ്പം ഉണ്ടാകുമെന്ന് കരുതി തിരഞ്ഞെടുത്ത ഭർത്താവ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ താൻ വിചാരിച്ച പോലെയൊന്നും പെരുമാറുന്നില്ല എന്ന് തിരിച്ചറിവ്, ഇതൊക്കെ സ്ത്രീയെ സ്വാഭാവികമായി തളർത്താൻ മാറ്റുന്ന ചില ഘടകങ്ങൾ തന്നെയാണ്. അവിടെ മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, മരണം ഒന്നിനും പരിഹാരമല്ലെന്ന് കണ്ടെത്തുന്നുണ്ട്, മരണം പോലും തന്നെ കൈവിട്ടു എന്ന് ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവർക്ക് എഴുതേണ്ടതായും വന്നു. പക്ഷേ കൈവിട്ടത് വെറുതെ ആയില്ല എന്ന് തന്റെ ജീവിതം കൊണ്ട് അവർ തെളിയിച്ചു എന്നതാണ് വസ്തുത. വിശ്വാസിയും അവിശ്വാസിയും എന്ന രണ്ട് ദ്വന്ദ്ങ്ങൾക്കിടയിലുള്ള ഒരു ചിന്തകൾ അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണാം. അച്ഛൻ അവിശ്വാസിയായി ജീവിക്കുകയും വിശ്വാസിയായി മരിക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ താൻ ഒരു വിശ്വാസിയാണ് എന്ന് തുറന്നു പറയാൻ അവർക്ക് ഒരു മടിയും കാണിച്ചില്ല. ഞാൻ വിശ്വാസിയാണ്, പക്ഷെ അന്ധവിശ്വാസിയല്ല എന്ന് പറയാനും അവർ ആർജവം കാട്ടി എന്നുള്ളതാണ് വാസ്തവം. അടുത്തതായി എനിക്ക് വളരെ ടച്ചിങ് ആയി തോന്നിയത് പെൺകക്കൂസ് എന്ന് പറയുന്ന ഒരു ലേഖനമാണ്. പുറത്തിറങ്ങിയാൽ ഏറ്റവും സുഖകരമായ രാജ്യത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. സ്ത്രീകളെ സംബന്ധിച്ച്, സുരക്ഷയെ സംബന്ധിച്ചിട്ടായാലും അല്ലാതെ ആയാലും ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു സാനിറ്ററി കാര്യങ്ങളിലായാലും നമ്മൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. പക്ഷെ ഒരു ദിവസം നാട്ടിലേക്ക് പോയി തിരിച്ചു വരുമ്പോഴാണ് ഇതിന്റെ വില ഒന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. പെൺകക്കൂസ്, മൂത്രമൊഴിക്കാൻ സാധിക്കാതെ പരാക്രമപ്പെട്ട് ഓടി നടക്കുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ പുരുഷന്മാർക്ക് മനസ്സിലാകുമോ എന്ന് ചോദിച്ചാൽ അത് സ്ത്രീക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു അവസ്ഥയാണ്. അതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി ഇതല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഇതിലും അപ്പുറത്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്ന് തുറന്നു പറയാൻ, തന്റെ ഫേസ്ബുക്കുകളിലൂടെ തുറന്നു പറയാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി. അമ്മമാർ എന്ന് പറഞ്ഞ ത്യാഗത്തിന്റെ ഏറ്റവും വലിയ മാതൃകയായിട്ടാണ് നമ്മൾ സാധാരണ കാണുന്നത്. അത്തരം അമ്മമാരെ വാർദ്ധക്യത്തിൽ നമ്മൾ സംരക്ഷിക്കണം, ഓൾഡ് ഏജ് ഹോമുകൾക്കെതിരെ നമ്മൾ സംസാരിക്കുന്നു ഒക്കെ ഉണ്ടെങ്കിലും അമ്മ എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ എല്ലാവരും തന്റെ കുഞ്ഞുങ്ങളുടെ ബാല്യം സമ്പന്നമാക്കിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള ഉത്തരം തന്നെയാണ് അവർക്ക് പറയാനുള്ളത്. അതുകൊണ്ട് വാർദ്ധക്യകാലത്ത് അത്തരം അമ്മമാർ ഒറ്റപ്പെട്ടു പോകുമ്പോൾ എന്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ പഴി പറയാതെ ഇവരുടെ ബാല്യത്തെ കുറിച്ച് അന്വേഷിച്ചില്ല എന്നുള്ള ഒരു വളരെ വലിയൊരു ചോദ്യവും നമ്മുടെ മുന്നിലേക്ക് അദ്ദേഹം വെച്ചു നീട്ടുന്നുണ്ട്. നിരന്തരമായ കനലുകളിലൂടെയുള്ള ഒരു നടത്തമാണ് ഈ ഓരോ കുറിപ്പുകളും. കനൽ വഴികളിലൂടെയുള്ള നടത്തം വളരെ സ്ഫുടം ചെയ്യപ്പെട്ട് എഴുതിയ ഈ ലേഖനങ്ങളെല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. എല്ലാവരും ഈ കൃതികളെല്ലാം വായിക്കണം. സമൂഹത്തിന് നേരെയുള്ള അവരുടെ രാഷ്ട്രീയവും അവരുടെ ഉദ്ദേശവും എല്ലാം വളരെ കൃത്യമായി, ഒരു സമൂഹം എങ്ങനെയായിരിക്കണം എന്നാണ് ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത്, അത് തന്നെയാണ് ഈ കുറിപ്പുകൾ ഓരോന്നും. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ കുറിപ്പുകൾ ഓരോന്നും വായിക്കണം. ഈ പുസ്തകം വായിച്ച് കൂടുതൽ ഈ പുസ്തകങ്ങൾ ഉയരങ്ങളിൽ എത്തട്ടെ. ഇനിയും ഒരുപാട് എഴുതാൻ ദീപയ്ക്ക് കഴിയുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.
അടുത്തായി പുസ്തക പ്രകാശനമാണ്. പുസ്തക പ്രകാശനത്തിനായി ഗീതജി ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി നിഷ. ദീപയുടെ നേരെഴുത്ത് പറയുന്ന ഈ ഒരു പുസ്തകം, ആദ്യത്തെ പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ദീപയുടെ ശക്തമായ എഴുത്താണിത്. അതായത് ഒരു പാഠപുസ്തകം പോലെ പഠിക്കുവാൻ തന്നെയുണ്ട്, ആൾക്കാർ മനസ്സിലാക്കാൻ തന്നെയുണ്ട് ധാരാളം കാര്യങ്ങൾ. ദീപ ഒരുപാട് എഴുതട്ടെ, ഒരുപാട് ഉയരങ്ങൾ കീഴടട്ടെ. സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. സോഷ്യൽ മീഡിയ നമുക്ക് മുന്നിൽ തുറന്നു തന്ന അനന്തമായ സാധ്യതകളാണ്. ഒന്ന് എഴുത്താണ്. ആ സാധ്യതയെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജീവിതത്തിൽ അവർക്ക് അഭിപ്രായം പറയാനുള്ള ഒരു സ്പേസ് ഇല്ല. അവരുടെ ലോകം അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ ഒരു ലോകത്ത് നിന്ന് സോഷ്യൽ മീഡിയ തുറന്നു തന്നത് വലിയൊരു ലോകമാണ്. അവിടെ നിന്നും ആ ഒരു സ്പേസിനെ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്തിയ ആളുകളിൽ ഒരാളാണ് ദീപ. സ്വന്തം അഭിപ്രായങ്ങൾ പറയാനും അത് ജീവിതത്തെക്കുറിച്ചും സ്വന്തം അനുഭവങ്ങളെക്കുറിച്ചും ദീപയുടെ പേഴ്സ്പെക്റ്റീവിലുള്ള കാഴ്ചകൾ നമ്മളുടെ മുന്നിലേക്ക് ദീപ തുറന്നു വെക്കുകയാണ്. ആ അഭിപ്രായം വളരെ തൻ്റെ ഇടത്തോടുകൂടി ശക്തമായ ഭാഷയിൽ ദീപ അവതരിപ്പിച്ചു അവരുടെ പുസ്തകത്തിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. ദീപ എഴുതുന്ന കാര്യങ്ങളിൽ ദീപ പറയുന്ന ആശയങ്ങളോട്, ദീപയുടെ രാഷ്ട്രീയത്തോട് എനിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ദീപയ്ക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യത്തിനും അവകാശത്തിനും നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തക പ്രകാശനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കുന്നത്. ദീപ ഇനിയും ഒരുപാട് എഴുതണം. എഴുത്തും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ശക്തമായ ഭാഷയിൽ തൻ്റെ ഇടത്തോടുകൂടി തുറന്ന എഴുത്തുകൾ നമുക്ക് ഇനിയും ഉണ്ടാവണം. കൂടുതൽ എഴുതട്ടെ, ഇനിയും പുതിയ പുസ്തകങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഇവിടെ നിഷ പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കാൻ തന്നെയുള്ളൂ. കാരണം സോഷ്യൽ മീഡിയ എന്തൊക്കെ സാധ്യതകൾ ആർക്കൊക്കെ തുറന്നു കൊടുക്കുന്നുള്ളത്. പൊതുവെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പരിശീലിപ്പിക്കപ്പെട്ടത് ഒന്നും പറയരുത്. കാരണം പൊതുവെ മാനാഭിമാനങ്ങൾ എല്ലാം കാത്തു പോരേണ്ടത് സ്ത്രീയുടെ മാത്രം വലിയൊരു ഉത്തരവാദിത്വമായിരുന്ന ഒരു കാലത്തിൽ നിന്ന് പെട്ടെന്നാണ് സ്ത്രീകൾ ഈ മീഡിയം വഴി സ്വയം പ്രകാശിപ്പിക്കാൻ തുടങ്ങുന്നത്. അവരുടെ എന്താ പറയുക, അടുക്കളയിലെ റെസിപ്പികൾ തൊട്ട് തുടങ്ങിയിട്ട് അത് ഒരു ആത്മരതി ആയിക്കോട്ടെ. പക്ഷേ അപ്പോൾ പോലും ഞങ്ങൾ ഇത്തരത്തിൽ രുചികരമായ കറി വയ്ക്കുന്നു എന്ന അവർക്ക് ആ ഒരു അപ്രിസിയേഷന്, അതിന് അപ്രിസിയേഷൻ ഇല്ലാതെ ഭൂമിയിൽ ഒരാൾക്കും നിലനിൽക്കാൻ പറ്റില്ല. അക്നോളജ്മെന്റ് ഇതൊന്നും ആഗ്രഹിക്കാത്ത മനുഷ്യരില്ല. പൊതുവെ ഇതെല്ലാം നിരസിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ, പ്രത്യേകിച്ചും സ്വന്തം കുടുംബത്തിൽ, സ്വന്തം അടുക്കൽ, സമൂഹത്തിൽ. അപ്പോൾ അവരുടെ ഒരു ആത്മപ്രകാശനം സാധ്യമാക്കാൻ ഈ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, പിന്നെ ഈ ആത്മപ്രകാശനത്തിൻ്റെ അത് പലർക്കും പല രീതിയിൽ തോന്നും. അതല്ല നമ്മുടെ വിഷയം. പക്ഷേ സ്ത്രീ 21ാം നൂറ്റാണ്ടിൽ എവിടെ എത്തി നിൽക്കുന്നു എന്ന് സമൂഹത്തെ കൊണ്ട് മാറ്റി ചിന്തിക്കാനും ഈ തുറന്ന എഴുത്തുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയ ശരികൾ, അതായത് ഒരു നിലയ്ക്ക് രാഷ്ട്രീയ ഇടപെടലോ രാഷ്ട്രീയ അധികാരം ഇല്ലാത്ത ഒരു വിഭാഗം രാഷ്ട്രീയ ശരികൾ മാത്രം പറയോടെ വന്നാൽ മതി എന്ന് നടക്കണ കാര്യമില്ല. നമുക്കിഷ്ടമുള്ളതും നമുക്ക് അനുഭവിച്ചതും നമുക്ക് ഫീൽ ചെയ്തതും ഒക്കെ പറയാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പുരുഷൻ 1000 പുസ്തകം എഴുതുന്നതിന് തുല്യമാണ് ഒരു രാഷ്ട്രീയ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു സ്ത്രീ ഒരു മുദ്രാവാക്യം വിളിക്കുന്നത്. അത്രയും പുസ്തകം എഴുതുന്നതിന് തുല്യമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ അത്തരം മുന്നോട്ട് വരവുകൾ ആദ്യം തന്നെ ഭയമില്ലാതെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ശരി തെറ്റുകളൊക്കെ പിന്നീടാണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ടൂളൊക്കെ നമ്മൾ ഇപ്പോഴാണ് കണ്ടെത്തിയത്. നമ്മൾ ഭയങ്കര പ്രിമിറ്റീവായിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയിൽ നിന്നുള്ള മുന്നോട്ട് പോക്കുകൾക്ക് ഈ തുറന്നു പറച്ചിൽ ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ, വോയിസ്ലെസ് ആയിട്ടുള്ള എല്ലാവരും തന്നെ കൂടുതൽ എഴുതണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇനിയും കൂടുതൽ എഴുതണം എല്ലാവരും, നമ്മൾ സ്ത്രീകളെല്ലാവരും എഴുതണം. അപ്പോൾ ദീപ എന്തായാലും തുടക്കട്ടു, ഇനിയും കൂടുതൽ എഴുതാൻ കഴിയട്ടെ. ആശംസകൾ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദീപ പി വാസുദേവൻ, ഇടുക്കി സ്വദേശിയാണ്. കഴിഞ്ഞ 10 വർഷമായി UAE-യിലുണ്ട്. ഇപ്പോൾ ഫാമിലിയായി ഷാർജ മുംബൈയിൽ താമസിക്കുന്നു. മുഖപുസ്തകത്തിലൂടെ ഒരുപാട് കാലമായി ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടതും കേട്ടതും അറിഞ്ഞതും അനുഭവിച്ചതും, അതുകൂടാതെ രാഷ്ട്രീയവും സാമൂഹികവുമായ കാര്യങ്ങളിൽ എൻ്റെ അഭിപ്രായവും ഞാൻ നിരന്തരമായി മുഖപുസ്തകത്തിലൂടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ എൻ്റെ എഴുത്തുകൾ വായിച്ച ഒരുപാട് പേർ പേഴ്സണൽ മെസ്സേജ് അയക്കുകയും എൻ്റെ എഴുത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടു എന്ന് പറയുകയും അതുപോലെ ചില സ്ഥലങ്ങളിൽ ഞാൻ തിരിച്ചറിയപ്പെടുകയും ചെയ്തപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് ഇതൊരു പുസ്തകമാക്കിക്കൂടാ, അല്ലെങ്കിൽ നമുക്കൊരു പുസ്തകം എന്തുകൊണ്ട് എഴുതിക്കൂടാ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ മുഖപുസ്തക കുറിപ്പുകൾ ഒരു പുസ്തകമാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചത്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ആദ്യമായി സംസാരിച്ചത് എൻ്റെ പങ്കാളിയായ അദ്ദേഹത്തോടാണ്. അദ്ദേഹമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തന്നത്. ഇന്ന് ഈ വേദിയിൽ ഞാനിവിടെ ഇരിക്കുന്നതിൻ്റെ പൂർണ്ണമായ സപ്പോർട്ട് അദ്ദേഹത്തിനാണെന്ന് പറയുവാൻ വേണ്ടി എനിക്ക് ഒരു മടിയില്ല. അതുകൊണ്ട് ആദ്യമായി അദ്ദേഹത്തിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായി എൻ്റെ സുഹൃത്തായ ചിന്നാർ അക്കാദമിയുടെ നിഷാദി ബ്രഹ്മയോടാണ് സംസാരിച്ചത്. അദ്ദേഹമാണ് എൻ്റെ ഗൂസ്ബറി പബ്ലിക്കേഷൻസിന് ഉടമയായ ശ്രീമാൻ പ്രസന്നനെ പരിചയപ്പെടുത്തിയത്. പ്രസന്നനോട് സംസാരിച്ചു. ഇദ്ദേഹം വളരെയധികം പ്രോത്സാഹനം അന്ന് തൊട്ട് ഇന്ന് വരെ എന്ത് കാര്യവും ഏത് സമയത്ത് ചോദിച്ചാലും പറഞ്ഞാലും ഒക്കെ പെർഫെക്റ്റായിട്ട് എനിക്ക് ഗൈഡായിട്ട് നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ശ്രീമാൻ പ്രസന്നനെയും ശ്രീമതി നിഷാരമ്മയും ഞാനിവിടെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ അടുത്തതായി പുസ്തകത്തിന് അവതാരിക എഴുതുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ അവതാരിക എഴുതാൻ വേണ്ടി ഞാൻ സമീപിച്ചത് എൻ്റെ ഗീതേച്ചിയാണ്. ഗീതാമോഹൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ഗീതേച്ചി എന്നോട് പറഞ്ഞു, നീ ഇപ്പം എന്നെ കൊണ്ട് എഴുതിക്കണ്ട, ഞാനൊരു പുസ്തകം ജസ്റ്റ് എഴുതുന്നതേ ഉള്ളൂ, നീ വേറെ ഒരുപാട് പുസ്തകങ്ങളായിട്ട് ഒരുപാട് പേരുണ്ട്, നിനക്ക് അവരെ പരിചയമില്ലെങ്കിൽ ഞാൻ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട ചേച്ചി, ഒരുപാട് പുസ്തകങ്ങൾ ഒരുപാട് എഴുതിയ ഒരുപാട് പരിചയമുള്ള ഒരാളെക്കാൾ ഉപരിയും ഞാൻ എന്നെ സ്നേഹിക്കുകയും എന്നെ മനസ്സിലാക്കുകയും എന്നെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന എൻ്റെ സുഹൃത്തായ ഗീതേച്ചി എഴുതുന്നതാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞത് പ്രകാരമാണ് ഗീതേച്ചി അവതാരിക എഴുതിയത്. പിന്നെ ഗീതേച്ചി ഞാൻ തമ്മിൽ വേറൊരു കാര്യമുണ്ട്, കോമൺ ആയിട്ടൊരു കാര്യം. ഗീതേച്ചി ഗുരുവായൂരപ്പൻ്റെ ഭക്തയാണ്, ഞാനും ഭക്തയാണ്. പിന്നെ ഗീതചേച്ചിയുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സൗഹൃദങ്ങളെ സ്വീകരിക്കുവാനും അത് നിലനിർത്തി കൊണ്ടുപോകുവാനും ഉള്ള അസാമാന്യമായ കഴിവുള്ള വ്യക്തിയാണ് ഗീതചേച്ചി. ഗീതചേച്ചിയോട് ഞാൻ അതിൻ്റെ ട്രിക്ക് എങ്ങനെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് കരുതിയിട്ടിരിക്കുകയാണ്. അപ്പം ഗീതേച്ചിക്ക് ഒരുപാട് നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. പന്തളം മധ്യാഹ്നത്തിലെ എല്ലാ കാര്യത്തിലും എനിക്ക് കൂടെ നിന്നതിന് ഗീതേച്ചിക്ക് ഒരുപാട് നന്ദി. പിന്നീട് നമ്മുടെ ജോളി ചിറയത്ത് അഭിനേത്രിയാണ്, സാമൂഹ്യ പ്രവർത്തകയാണ്, എഴുത്തുകാരിയാണ്. ഞാൻ ആദ്യമായാണ് നേരിട്ട് കാണുന്നത്. മുഖപുസ്തകത്തിൽ ഒരുപാട് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ വന്നതിനും ഇതിൽ സന്നിഹിതയായതിനും രണ്ട് വാക്ക് പറഞ്ഞതിനൊക്കെ ഒരുപാട് നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. പിന്നെ ദീപ ചിറയത്തൻ. അപ്പം ദീപയോട് എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. കാരണം ദീപ എൻ്റെ പുസ്തകം അത്രമാത്രം വായിച്ചു. എൻ്റെ പുസ്തകം വായിക്കപ്പെടുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ പുസ്തകം വായിച്ച് എത്ര വിശദമായി അതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. ഞാനിപ്പോൾ അത്രമാത്രം തന്നെ ഏറ്റവും ഹൃദയം നിറഞ്ഞു നന്ദി ഞാൻ ദീപയോട് രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായി നാട്ടിൽ നിന്നെത്തിയ മാലതി ചേച്ചി, ശ്രീകുമാർ ചേട്ടൻ, ഇവർക്കൊക്കെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരുടെയും പേര് പറയുവാൻ വേണ്ടി എനിക്ക് സാധിക്കുന്നില്ല, സമയക്കുറവ് കൊണ്ടാണ്. എല്ലാവരോടും എത്ര കണ്ട് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അപ്പം എല്ലാ എഴുത്തുകാർക്കും, ഇത് ചെറിയ എഴുത്തുകാരാകട്ടെ വലിയ എഴുത്തുകാരാകട്ടെ, അവർക്ക് തൻ്റെ ആദ്യത്തെ പുസ്തകം തൻ്റെ ആദ്യത്തെ കുട്ടിയെ പോലെ തന്നെയാണ്. അതുപോലെ എനിക്കും പ്രിയപ്പെട്ടതാണ് എൻ്റെ പുസ്തകം. അപ്പം എൻ്റെ പുസ്തകം എല്ലാവരും വായിക്കണം, വിമർശിക്കണം. വിമർശനങ്ങളാണല്ലോ മനുഷ്യനെ വളർത്തുന്നത്. അപ്പം എല്ലാവർക്കും ഒന്നുകൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.